മലയാള സിനിമയുടെ ചരിത്രത്തെ ദൃശ്യത്തിന് മുൻപും ദൃശ്യത്തിന് പിൻപും എന്ന് രേഖപ്പെടുത്താം. വലിയ അവകാശവാദങ്ങളില്ലാതെ വന്ന ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഒന്നാം ഭാഗം കോവിഡ് കാലത്ത് OTT റിലീസായി വന്ന ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഞെട്ടിച്ച രണ്ടാം ഭാഗവും മലയാളികൾക്ക് വെറും സിനിമകൾ മാത്രമല്ല, ഒരു വികാരമാണ്. ആദ്യ രണ്ട് ഭാഗങ്ങളിലെയും ഡയലോഗുകളും രംഗങ്ങളും ഇന്നും മലയാളികൾക്ക് മനഃപ്പാഠമാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3 എന്ന പ്രഖ്യാപനം വന്നത് മുതൽ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിപ്പിലായിരുന്നു. നീണ്ട നാളത്തെ ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ജോർജ് കുട്ടിയും കുടുംബവും തങ്ങളുടെ മൂന്നാമത്തെ വരവ് അറിയിച്ചിരിക്കുകയാണ്. ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം മുതൽക്കേ അണിയറ പ്രവർത്തകർ വലിയ രീതിയിലുള്ള സസ്പെൻസ് നിലനിർത്തിയിരുന്നു. സാധാരണയായി വലിയ മലയാള ചിത്രങ്ങൾ വെള്ളിയാഴ്ചകളിലാണ് തിയേറ്ററുകളിൽ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ വലിയൊരു സർപ്രൈസ് ഒരുക്കാനായിരുന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ തീരുമാനം. ആദ്യം നിശ്ചയിച്ചിരുന്ന റിലീസ് തീയതിയിൽ മാറ്റം വരുത്തി സിനിമ മെയ് 21 വ്യാഴാഴ്ച തിയേറ്ററുകളിൽ എത്തിക്കാൻ ആന്റണി പെരുമ്പാവൂർ നിർദ്ദേശിക്കുകയായിരുന്നു. മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 തന്നെ ചിത്രം റിലീസ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ ആശയം സംവിധായകനും മോഹൻലാലിനും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആരാധകർക്ക് തങ്ങളുടെ പ്രിയതാരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ഇതിലും വലിയൊരു സമ്മാനം വേറെ ലഭിക്കാനില്ലാത്ത വിധം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തി. റിലീസ് ദിനത്തിൽ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരുന്നു. പ്രേക്ഷകർക്കൊപ്പമായിരുന്നു ഞാനും തിയേറ്ററിലേക്ക് എത്തും എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിന്റെ റിലീസ് ദിനത്തിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, പ്രൊഡക്ഷൻ കൺട്രോൾ സിദ്ധു പനക്കൽ എന്നിവർക്കൊപ്പം അദ്ദേഹം തിയേറ്ററിലേക്ക് നേരിട്ടെത്തുകയും പ്രേക്ഷകരുടെ ആവേശം നേരിട്ട് അനുഭവിക്കുകയും ചെയ്തു. ജന്മദിനവും പ്രിയപ്പെട്ട കഥാപാത്രത്തിന്റെ തിരിച്ചുവരവും ഒരേ സമയം ആഘോഷമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ആരാധകർ. ഏതൊരു ജനപ്രിയ സിനിമയുടെയും തുടർച്ചകൾ വരുമ്പോൾ അണിയറ പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷകളാണ്. ദൃശ്യം 1, 2 ഭാഗങ്ങൾ നൽകിയ ആഘാതം അത്ര വലുതായതുകൊണ്ട് മൂന്നാം ഭാഗത്തിന്മേലുള്ള സമ്മർദ്ദം വളരെ കൂടുതലായിരുന്നു. ചിത്രം തിയേറ്ററുകൾ എത്തുന്നതിന് തൊട്ട് മുൻപ് സംവിധായകൻ പ്രേക്ഷകർക്ക് ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദയവായി അമിത പ്രതീക്ഷകളോടെ ആരും തിയേറ്ററിലേക്ക് വരരുത്. ഇതൊരു ലളിതമായ കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. എന്നാൽ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് സംവിധായകൻ നമ്മളെ പറ്റിച്ചതാണെന്നാണ്. ദൃശ്യം 3യിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഘടകം കഥാപാത്രങ്ങൾക്ക് വന്നിട്ടുള്ള സ്വാഭാവികമായ മാറ്റങ്ങളാണ്. ദൃശ്യം 1ാം ഭാഗം ഇറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കഥാപാത്രങ്ങൾക്കും അതിനനുസരിച്ചുള്ള പ്രായവും ശാരീരിക മാനസിക മാറ്റങ്ങളും വന്നിട്ടുണ്ട്. പ്രായമാകുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങളും ഭാവവ്യത്യാസങ്ങളും മോഹൻലാൽ വളരെ മനോഹരമായി സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. ജോർജ് കുട്ടിയുടെ ബുദ്ധിക്ക് ഇപ്പോഴും മൂർച്ച കുറഞ്ഞിട്ടില്ലെങ്കിലും അയാളുടെ ശരീരഭാഷയിൽ പ്രായത്തിന്റെ അടയാളങ്ങളുണ്ട്. വർഷങ്ങളായി പോലീസിനെയും നിയമത്തെയും പേടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ മാനസിക സംഘർഷങ്ങൾ അതിന്റെ തീവ്രതയോടെ തന്നെ ചിത്രത്തിൽ കാണാം. റാണി, അഞ്ജു, അനു എന്നീ കഥാപാത്രങ്ങളുടെ വളർച്ചയും മാറ്റങ്ങളും കൃത്യമായി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായി മാസ് ഡയലോഗുകളോ ഹീറോയിസമോ കുത്തി നിറയ്ക്കാതെ യഥാർത്ഥ ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്ന രീതിയിലാണ് കഥാപാത്രങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമയുടെ വിജയം അതിന്റെ പേസിങ്ങിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരിടത്ത് പോലും പ്രേക്ഷകന് മടുപ്പ് തോന്നാത്ത രീതിയിലാണ് സിനിമയുടെ എഡിറ്റിംഗും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അധികം ലാഗ് ഒന്നുമില്ലാതെ കൃത്യമായ ഇടവേളകളിൽ സസ്പെൻസ് ഘടകങ്ങൾ ഇട്ടുകൊണ്ട് കഥ മുന്നോട്ട് പോകുന്നു. ചിത്രം റിലീസ് ചെയ്ത നിമിഷം മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ് എന്നിവ ദൃശ്യം 3 റിവ്യൂകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സിനിമയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകളാണ് സിനിമാ ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. ചിത്രം കണ്ടിറങ്ങിയ ആരാധകരും സിനിമാ സ്നേഹികളും ഒരേ സ്വരത്തിൽ ഉന്നയിക്കുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്: ആരും സ്പോയിലറുകൾ പങ്കുവയ്ക്കരുത്. ദൃശ്യം പോലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ ജീവൻ അതിന്റെ സസ്പെൻസിലാണ്. അതുകൊണ്ട് തന്നെ ചിത്രം കാണാനിരിക്കുന്നവർക്ക് മുന്നിൽ സിനിമയിലെ രഹസ്യങ്ങളോ ക്ലൈമാക്സോ ആരും പറഞ്ഞു കൊടുക്കരുതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പൊതുവികാരം. ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ജോർജ് കുട്ടി ഇത്തവണയും പോലീസിനെ തോൽപ്പിച്ചോ അതോ നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയോ എന്ന ചോദ്യത്തിന് അണിയറ പ്രവർത്തകർ നൽകിയിരിക്കുന്ന ഉത്തരം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പലരും വ്യത്യസ്തമായ തിയറികളുമായി രംഗത്തെത്തുന്നുണ്ട്. ആദ്യ 2 ഭാഗങ്ങളുടെ ക്ലൈമാക്സുകളെക്കാൾ വൈകാരികവും ബുദ്ധിപരവുമാണ് മൂന്നാം ഭാഗത്തിന്റെ ക്ലൈമാക്സ് എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. വ്യാഴാഴ്ച റിലീസ് ചെയ്തതുവഴി ചിത്രത്തിന് 4 ദിവസത്തെ നീണ്ട വീക്കെൻഡ്സും ലഭിച്ചിരിക്കുകയാണ്. മോഹൻലാലിന്റെ ജന്മദിനത്തിന്റെ ആവേശവും പോസിറ്റീവ് റിവ്യൂകളും കൂടിയായപ്പോൾ കേരളത്തിലെയും വിദേശത്തെയും തിയേറ്ററുകളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുടുംബ പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. വരും ദിവസങ്ങളിൽ മലയാള സിനിമയിലെ പല കളക്ഷൻ റെക്കോർഡുകളും ദൃശ്യം 3 തിരുത്തിക്കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചില സിനിമകൾ തിയേറ്ററുകളിൽ വന്നു പോകും, എന്നാൽ ചില സിനിമകൾ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടും. ദൃശ്യം ഫ്രാഞ്ചൈസി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന ചെറുതല്ല. ദൃശ്യം 3 എന്ന ചിത്രത്തിലൂടെ ജോർജ് കുട്ടി എന്ന സാധാരണക്കാരനായ 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സിനിമാ ഭ്രാന്തന്റെ കഥ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് പ്രേക്ഷകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ ഈ മൂന്നാം ഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു പൊൻതൂവലായി ഈ ചിത്രം മാറും. സസ്പെൻസും കുടുംബ ബന്ധങ്ങളുടെ ആഴവും ഒരുപോലെ സമന്വയിപ്പിച്ച ദൃശ്യം 3 തിയേറ്ററുകളിൽ തന്നെ കണ്ട് അനുഭവിക്കേണ്ട ഒരു സിനിമാറ്റിക് വിസ്മയമാണ്. ജോർജ് കുട്ടിയുടെ ബുദ്ധിവൈഭവത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി മലയാളി പ്രേക്ഷകർ കൈയടിക്കുകയാണ്.